പ്രഗ്നൻസിയുടെ ഓരോ ടൈമും പ്രഗ്നൻറ്റ് വുമൻസിന് മാത്രമല്ല ഓരോ കപ്പിൾസിനും ഭയങ്കര പ്രഷ്യസ് ആയ ദിവസങ്ങളായിരിക്കും അല്ലേ. അവർ ഭയങ്കര ക്യൂരിയസും നെർവസും ഹാപ്പിയും ഒക്കെ ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നടക്കുന്ന ഓരോ സമയമായിരിക്കും അല്ലേ. പ്രഗ്നൻസിയുടെ ഓരോ ദിവസവും ഗർഭിണിയിൽ നമുക്ക് പല മാറ്റങ്ങളും കാണാൻ പറ്റും. അതായത് ഓരോ ദിവസവും പ്രഗ്നൻസി ജേർണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസം, അതായത് ഫസ്റ്റ് 4 വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ ഗർഭിണികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അവർക്ക് വരുന്ന സിംറ്റംസ് എന്നതൊക്കെയാണ്. നോർമലി 40 വീക്സ്, അതായത് അറൌണ്ട് 280 ഡേയ്സ് ആണ് നമ്മുടെ ഒരു പ്രഗ്നൻസി ജേർണി വരുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് ലാസ്റ്റ് പീരിയഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ശരിക്കും നമുക്കിപ്പം പീരിയഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 ഡേയ്സ് കഴിഞ്ഞ് ഓവുലേഷൻ നടന്ന് അതിനുശേഷം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് നമ്മുടെ ഭ്രൂണം അല്ലേ വളരൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഡ്യൂ ഡേറ്റ് ആണെങ്കിലും കുട്ടിയുടെ ഗ്രോത്ത് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫസ്റ്റ് ഡേ ഓഫ് ലാസ്റ്റ് പീരിയഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു മെയിൻ സിംറ്റം എന്ന് പറയുന്നതും മിസ്ഡ് പീരിയഡ്സ് തന്നെയാണ്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേബിയുടെ മെയിൻ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നതും ഈ ഒരു ഫസ്റ്റ് മന്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോളിക് ആസിഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ എടുക്കണം. അതുപോലെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം. സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വുമൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതുപോലെ ആൽക്കഹോൾ എടുക്കുന്നവർ അതെടുക്കാൻ പാടില്ല. അതുപോലെ ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തതൊക്കെ ഒരുപാട് എടുക്കാണ്ടിരിക്കുക. അതൊന്നും നമ്മുടെ ബേബിയുടെ ഡെവലപ്മെൻറ്റ്സിന് അത്ര നല്ലതല്ല കേട്ടോ. ഇനി നമുക്ക് വരുന്ന മെയിൻ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പീരിയഡ്സ് മിസ്സാവരെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റത്തെ സിംറ്റം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രഗ്നൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്നും അത് പോയി കാണാം കേട്ടോ. അങ്ങനെ നമുക്ക് അതിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ചിലർക്ക് പീരിയഡ്സ് മിസ്സായപാട് പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. അങ്ങനെയുള്ളൊരു 1 വീക്കും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണറും അതുപോലെ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നല്ലൊരു ഹോസ്പിറ്റലും ഒരു ഗൈനക്കോളജിസ്റ്റിനെയും സെലക്ട് ചെയ്തതിന് ശേഷം ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക കേട്ടോ. ഇനി വരുന്ന നെക്സ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന് വരുന്ന ഒരു പെയിനും ബ്രസ്റ്റിന് വരുന്ന ഒരു എൻലാർജ്മെൻറ്റും ആണ്. പിന്നെ ചിലരിലൊക്കെ നമ്മുടെ നിപ്പിൾ ഭയങ്കര ഒരു ഡാർക്ക് ആവുന്നത് കാണാം. ചിലർക്ക് നല്ലൊരു വജീനൽ ഡിസ്ചാർജ് വരും. അതുപോലെ ചിലർക്ക് എസിഡിറ്റി, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, നെഞ്ചരിച്ചിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ചിലർക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും കേട്ടോ. വെറുതെ ഇരുന്ന് കരയാൻ തോന്നുക, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ചിലരിയ്ക്കും കേട്ടോ. പിന്നെ അതുപോലെ ചിലർക്ക് ഭയങ്കര ഫുഡ് ക്രീവിങ്സ് ആയിരിക്കും. ചില ഫുഡ് കാണുമ്പോഴേ അവർക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും. അതുപോലെ ആണെങ്കിൽ ചിലർക്ക് ഫുഡിൻ്റെ സ്മെല്ലേ പറ്റത്തില്ലേ. പിന്നെയെന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും, ചിലർക്ക് തല ചുറ്റ, അതുപോലെ തന്നെ ചിലർക്ക് ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള പോലെ തോന്നും. ഇതെന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ യൂട്രസ്, നമ്മുടെ കുട്ടി വളരുന്നതിനനുസരിച്ച് ബേബി ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് യൂട്രസ് വലുതാവുമ്പോൾ നമ്മുടെ വജൈനൽ പാർട്സിലേക്ക്, നമ്മുടെ യൂറിനറി ബ്ലാഡറിലേക്കൊക്കെ അതിൻ്റെ ഒരു പ്രഷർ പോകുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതുപോലെ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ കഴിക്കുക കേട്ടോ. പിന്നെ നല്ലപോലെ ഉറങ്ങുക. നല്ല അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നമ്മളൊന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കണം. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് മെഡിസിൻസ് എടുക്കാണ്ടിരിക്കുക. ഒരു തലവേദന വന്നാലോ പനി വന്നാലോ ഒക്കെ എന്ത് ചെയ്യാണ്ടിരിക്കുക, സ്വന്തമായിട്ട് എടുക്കാണ്ട് നമ്മൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനെ തന്നെ പോയി കണ്ടിട്ട് നമ്മൾ പറഞ്ഞ് മെഡിസിൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. കോൺസ്റ്റിപ്പേഷൻ വരുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ കണ്ടൻറ്റുള്ള, ഇപ്പോൾ നാരടങ്ങി ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക. അതുപോലെ ഓട്സ് അങ്ങനത്തതൊക്കെ കഴിക്കുക. ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബിൻ്റെ മെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു മാസം ആയതുകൊണ്ട് തന്നെ ബേബി ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ റെസ്റ്റ് ഓഫ് പ്രഗ്നൻസി ജേർണി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ചാനൽ
സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാട്ടോ. നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയ ഫ്രണ്ട്സിനും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 5 to 8 വീക്സ് ഓഫ് പ്രഗ്നൻസി, അതായത് സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോകുന്നത്. അപ്പം കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ കൂടെ കൂടാം. താങ്ക് യു.